നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ 3 പേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിൽ. സംഘത്തിൽ ഒരാൾ കുന്നിക്കോട് സ്വദേശി. പത്തനാപുരം മാങ്കോട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഉടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മോഷണ ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് 19 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ പിടിയിൽ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ ചേരിപ്പോര്. സമരത്തിന് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്നും ചില നേതാക്കളുടെ കോപ്രായങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെ ആയുധമാക്കരുതെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ കഴമ്പില്ലെന്ന് പുനലൂർ ഡിവൈഎസ്പി NA ബൈജു. നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഡിവൈഎസ്പി. CPIക്കും KE ഇസ്മയിലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി KPMS. ഒരു വാർഡിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPI ജയിക്കില്ലെന്നും KPMS. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ 3 പേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായി. സംഘത്തിൽ ഒരാൾ കുന്നിക്കോട് സ്വദേശിയാണ്. ഇവർ പിടിയിലായതോടെ നിരവധി മോഷണങ്ങൾ പുറത്തുവന്നു. കുന്നിക്കോട് പച്ചിലവളവ് കിഴക്കതിൽ വീട്ടിൽ റഫീഖ്, തൃശൂർ കിഴക്കേ തലയ്ക്കൽ രഞ്ജിത്ത്, പാലക്കാട് പത്തിരിപ്പാല കൊല്ലങ്കടവ് വീട്ടിൽ അഭിലാഷ് എന്നിവരാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി S സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡിന്റെ പിടിയിലായത്. കഴിഞ്ഞ 26-ന് രാത്രി കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ചേത്തടി MAM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 5 ലാപ്ടോപ്പുകൾ, ഹാൻഡി ക്യാം, ഡിജിറ്റൽ ക്യാമറ എന്നിവയും സ്കൂളിന് സമീപത്തെ വൈശാഖം വീട്ടിൽ സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് 2.25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ എന്നിവ മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ ഒളിവിൽ താമസിച്ചു വന്ന കാട്ടാക്കട തൂങ്ങാപ്പാറയിലുള്ള വാടക വീട്ടിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത്. 1ഉം 2ഉം പ്രതികൾക്ക് തൃശൂർ ജില്ലയിൽ നിരവധി കേസുകളുണ്ട്. കുന്നിക്കോട് കിടങ്ങയിൽ ക്ഷേത്രം, പെരിങ്ങമല, പാലോട്, കാട്ടാക്കട പ്രദേശത്തുള്ള നിരവധി ക്ഷേത്രങ്ങൾ, പലചരക്കു കടകൾ, ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കവർച്ച നടത്തിയിട്ടുള്ളതായി പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തി. 1ഉം 2ഉം പ്രതികൾ കുന്നിക്കോട്, പുനലൂർ, കൊട്ടാരക്കര, നെടുപുഴ, ചേർപ്പ്, ഇരിങ്ങാലക്കുട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിൽ പ്രതികളും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. പ്രതികളിൽ നിന്ന് ലാപ്ടോപ്പ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തങ്ങൾ പൂട്ടുപൊളിക്കുകയും കമ്പി വളയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് പ്രതികൾ ചെയ്തുകാട്ടി. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ആന്റി തെഫ്റ്റ് സ്ക്വാഡിൽപ്പെട്ട ഡിവൈഎസ്പി സുൽഫിക്കർ, NA ബൈജു, പത്തനാപുരം അഞ്ചൽ CI മാർ, കുന്നിക്കോട് SI, വിവിധ സിവിൽ പോലീസ് ഓഫീസർമാർ, സൈബർ സെൽ SP CO ബിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 34 കേസ് പറഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള 34 കേസ് അവർ കൺഫസ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും ഒരുവിധം നല്ല മോഷണം നടത്തുന്നവരാണ്. ഒരു റഫീഖ് എന്ന നേതൃത്വത്തിൽ റഫീഖ് സതീഷ് ആയിരുന്നു. ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള കണ്ടള ഭാഗത്താണ്. ബേസിക് ആയിട്ട് ഈ 3 പേരും തൃശ്ശൂർക്കാരാണ്. ഇതിന്റെ മേജറായിട്ടുള്ള മുഖ്യ ലക്ഷ്യം റഫീഖ് എന്ന് വിളിക്കുന്ന റഫീഖ്. നേരത്തെ ഇയാളുടെ പേര് സതീഷ് എന്നായിരുന്നു. പിന്നെ അത് മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ച് മുസ്ലിം ആയത് മാത്രം. അയാളിപ്പോൾ താമസിക്കുന്നത് കാട്ടാക്കടയ്ക്കടുത്തുള്ള കണ്ടളയാണ്. നേരത്തെ ഇയാൾ കുന്നിക്കോട് താമസിച്ചത്. വീടുകൾ കയറിയുള്ള മോഷണം, അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ, സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറകളും ലാപ്ടോപ്പും, അതുപോലെ മൊബൈൽ ഫോണുകളും, സ്വർണവും മറ്റു വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും. അല്ലാതെ ഈ അമ്പലത്തിന്റെ ഓപ്പണിംഗ് ബോക്സിൽ കാണിക്കവെച്ചിയും അങ്ങനെയുള്ളത് അവിടെ കയറിയിട്ട് അതിലുള്ള പൈസയും സ്വർണത്തിന്റെ ചെറിയ കുട്ടികളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ഒട്ടിട്ടുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് ഇതല്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം മാങ്കോട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഉടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മോഷണ ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് 19 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ പിടിയിലായി.
പത്തനാപുരത്തിന് സമീപം മാങ്കോട് കാഞ്ഞിരംകാട്ട് എന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലാണ് സംഭവം. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ സ്ഥാപനത്തിലെത്തിയ ഇരുവർ സംഘം സ്ഥാപന ഉടമ നന്ദകുമാറിന്റെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം മോഷണശ്രമം നടത്തുകയായിരുന്നു. പാതിരിക്കൽ ചെല്ലപ്പള്ളി വടക്കേക്കര വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ ലൈജു റഹ്മാൻ, കോന്നി മംഗലത്ത് മീര ഭവനത്തിൽ അബ്ദുൾ അസീസിന്റെ മകൻ അസ്ലം അസീസ് എന്നിവരെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇരുവരും ഡിഗ്രി വിദ്യാർത്ഥികളാണ്. സഹോദരിയുടെ മാല പണയം വെച്ചിട്ടുണ്ടെന്നും ഇത് തിരികെ എടുക്കണമെന്നും പറഞ്ഞാണ് ഇരുവർ സംഘം ഇവിടെ എത്തിയത്. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി വിതറിയ ശേഷം തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം സ്ഥാപന ഉടമ ഉറക്കെ നിലവിളിച്ചതോടെ സമീപവാസികൾ ഓടിയെത്തുകയും ഇരുവരെയും മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കുകയുമായിരുന്നു. സുഹൃത്തിന്റെ ബൈക്ക് ശരിയാക്കാനുള്ള പണത്തിനു വേണ്ടിയാണ് തട്ടിപ്പിന് ശ്രമിച്ചതെന്ന് മോഷ്ടാക്കൾ പോലീസിനോട് പറഞ്ഞതായി അറിയുന്നു. ഇരുവർ സംഘം സ്ഥിരം കുറ്റവാളികളാണോ എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ സ്വദേശിയായ കരാറുകാരന്റെ ദുരൂഹ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ അവശനിലയിൽ കണ്ടെത്തി ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ കരാറുകാരൻ പുനലൂർ ഭരണിക്കാവ് സ്വപ്ന ഭവനിൽ സി സുധാകരന്റെ മരണം കൊലപാതകമാണെന്നും പുനലൂർ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇടപെടുന്നത് എന്നും ആരോപിച്ചാണ് കരാറുകാർ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജൂൺ 5-നാണ് സുധാകരൻ മരിച്ചത്. ജൂൺ 3-ന് രാത്രി 9:15 മർദ്ദനമേറ്റ് അബോധാവസ്ഥയിൽ വീടിന് സമീപത്തെ റോഡിൽ കാണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുധാകരന്റെ സഹോദരങ്ങളുമായുള്ള സംബന്ധമായ കേസുകൾ പുനലൂർ മുനിസിഫ് കോടതിയിൽ നിലവിലുമുണ്ട്. സുധാകരന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് ഭാര്യ സരള മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഡിവൈഎസ്പി ഓഫീസ് മാർച്ചും ധർണയും പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ചില ദുരൂഹതകളൊക്കെ അന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു വീഴല്, അതുമൂലം ഉണ്ടായിട്ടുള്ള ഒരു പരിക്ക്, അതുമൂലം ഉണ്ടായിട്ടുള്ള ഒരു മരണം എന്ന് കണക്കാക്കാൻ ഒരു കാര്യവുമില്ല. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി ഷാജി, സെക്രട്ടറി പി പ്രദീപ്, ആർ കെ അശോകൻ, സുഗതൻ, എൻ വി അജിത് പ്രസാദ്, ബൈജു, ഷംസുദ്ദീൻ, രാമൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ലാബുകളും ലാബ് ടെക്നീഷ്യന്മാരും വഹിക്കുന്ന പങ്ക് പ്രധാനമെന്ന് എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു. ഈ രംഗത്ത് നിയമനിർമ്മാണം നടത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ആരോഗ്യരംഗത്തിന്റെ ഒരു മുഖ്യ കണ്ണി ഈ ലാബ് ടെക്നീഷ്യന്മാരും ലാബുകളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ എല്ലാ മെഡിക്കൽ ആവശ്യങ്ങളും നമ്മുടെ സർക്കാർ മേഖലയിലെ ലാബുകൾ മാത്രമായി നിർവഹിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ പോലെയുള്ള ഒരു സമൂഹത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് മാത്രമല്ല, ഈ സ്വകാര്യ മേഖലയിലെ ലാബുകളായിരിക്കും എനിക്ക് തോന്നുന്നു ഈ രംഗത്തെ ആവശ്യത്തിന്റെ ഏതാണ്ട് 80% കൈകാര്യം ചെയ്തു വരുന്നത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി അതിനെ സംബന്ധിച്ച് തോന്നുന്നു. ആ സാഹചര്യത്തിൽ ഈ ഒരു മേഖലയെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം, അതാണ് ഈ പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസിന്റെ സംഘടന അധികാരികളുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പാരാമെഡിക്കൽ കൌൺസിൽ ബിൽ നടപ്പിലാക്കുക, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. സംഘടനയുടെ ജില്ലാ ഖജാൻജി ടി തങ്കച്ചൻ അധ്യക്ഷനായി. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്കിലെ വിവിധ സ്വകാര്യ മെഡിക്കൽ ലാബുകളിലെ ജീവനക്കാർ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ സിഐ ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന അവകാശവാദങ്ങളിൽ വസ്തുതയില്ലെന്ന് പുനലൂർ ഡിവൈഎസ്പി എൻ എ ബൈജു. നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. ഒറ്റക്കൽ സ്വദേശി നജീബിനെ കുളത്തൂപ്പുഴ സിഐ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം നടത്തിയത്. സമരം അവസാനിപ്പിക്കുമ്പോൾ സിഐ സജാദിനെ പ്രധാന കേസന്വേഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്നും നജീബിന്റെ ജാമ്യത്തിനുള്ള ചെലവ് സിഐ സജാദിൽ നിന്ന് ഈടാക്കുമെന്നും ഡിവൈഎസ്പിയുമായി ധാരണയുണ്ടാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ അത്തരമൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണ്. ലോറി മോഷണ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കപ്പെട്ട നജീബ് ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു. പോലീസ് കള്ളക്കേസെന്നും പറഞ്ഞ് ഒരു വിഷയമുണ്ടായി. അവിടുത്തെ പൊതുപ്രവർത്തകർ
ഒരു കാര്യം ഇന്ന് പത്രപ്രസ്താവനയിൽ പോലീസ് ജാമ്യത്തിലുള്ള പ്രസ്താവനയുണ്ട്. നിയമ നടപടി ചെയ്യുന്നുണ്ട്. അതിന് രാഷ്ട്രീയം വന്നെങ്കിൽ നിയമപരമായിട്ട് പോകാനാണ് അല്ലാതെ അവന് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനോ ജീവിതത്തിലുള്ള കൊടുക്കാനോ വാർത്ത. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ ചേരിപ്പോര്. സമരത്തിന് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പറഞ്ഞു. ചില നേതാക്കളുടെ കോപ്രായങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെ ആയുധമാക്കരുതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. കുളത്തൂപ്പുഴ സർക്കിൾ ഓഫീസ് ഉപരോധം എന്ന പേരിൽ ചില നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ കോപ്രായങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുമായോ യൂത്ത് കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം കമ്മിറ്റിയുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പാണ് കുളത്തൂപ്പുഴ CI ഓഫീസ് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ SC സഞ്ജയ് ഖാന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. ഒറ്റക്കൽ സ്വദേശിയായ നജീബ് എന്ന യുവാവിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ശേഷം മറ്റൊരു കേസിൽ റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഉപരോധം. കുളത്തൂപ്പുഴ CI സജ്ജാദ് സഞ്ജയ് ഖാനെ ഫോണിൽ വിളിച്ച് നജീബിനെ CI ഓഫീസിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവത്രേ. ഒരു കേസിൽ വഴിത്തിരിവുണ്ടാക്കുന്ന വിവരം അന്വേഷിക്കാനാണ് ഇയാളെ ഹാജരാക്കാൻ CI തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സഞ്ജയ് ഖാൻ പറഞ്ഞിരുന്നു. എന്നാൽ നജീബിനെ റിമാൻഡ് ചെയ്തതോടെ ഇയാൾക്കെതിരെ പോലീസ് എടുത്തത് കള്ളക്കേസാണെന്ന് ആരോപിച്ചാണ് സഞ്ജയ് ഖാന്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത്. നജീബിന് അടുത്ത ദിവസം തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഉപരോധം നടത്തിയ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസിന് സമരവുമായി ബന്ധമില്ലെന്ന് വിശദീകരിച്ച് വി രാധാകൃഷ്ണൻ രംഗത്തെത്തിയത്. വിവിധ കേസുകളിൽ പ്രതിയായ നജീബിനെ പോലൊരാളെ സംരക്ഷിക്കേണ്ട ആവശ്യം യൂത്ത് കോൺഗ്രസിനില്ലെന്ന് വി രാധാകൃഷ്ണൻ പറഞ്ഞു. അതിന് താൽപര്യമുള്ള നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ ലേബൽ ഉപയോഗിക്കാതെ സ്വന്തം ഐഡന്റിറ്റിയിൽ അത് ചെയ്യണമെന്നും SC സഞ്ജയ് ഖാനെ ഉന്നം വെച്ച് രാധാകൃഷ്ണൻ വ്യക്തമാക്കി. മോഷണ കുറ്റങ്ങൾക്കും മറ്റും കുറ്റവാളികളാകുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത യൂത്ത് കോൺഗ്രസിന് ഇതുവരെ വന്നിട്ടില്ല. അതിനുള്ള അവസ്ഥയും യൂത്ത് കോൺഗ്രസിനുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആരെയെങ്കിലും സംരക്ഷിക്കണം എന്ന് സ്വാർത്ഥ താൽപര്യമുള്ള നേതാക്കന്മാരോ ജനപ്രതിനിധികളോ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഐഡന്റിറ്റിയിൽ പരിപാടി നടത്തി സമരം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ചെയ്തതിനേക്കാൾ നല്ലത് എന്ന അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള തരം താണ രീതിയിലുള്ള ഒരു സമരത്തിന്റെ ആവശ്യകത ഉണ്ടായിട്ടില്ല. കുളത്തൂപ്പുഴ CI ഓഫീസിൽ നടന്ന പ്രശ്നങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഭാരവാഹികളുമായിട്ട് ഇതുവരെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അത് പറയാനുള്ള കാരണം യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം പാർലമെന്റ് ഭാരവാഹികളോ നിയോജകമണ്ഡലം തലത്തിലുള്ള ഭാരവാഹികളോ മണ്ഡലം തലത്തിലുള്ള ഭാരവാഹികളോ ആരും തന്നെ ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അതിന് അനുവദിക്കുകയില്ല, അതിന് അവസരം ഒരുക്കുകയില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPIക്കും KE ഇസ്മയിലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി KPMS. ഒരു വാർഡിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPI ജയിക്കില്ല. അത്തരം ഒരു പാർട്ടിയുടെ നേതാവ് ഒരു മഹത്തായ പ്രസ്ഥാനത്തെപ്പറ്റി മോശമായി പറയരുതെന്ന് നേതാക്കൾ പറഞ്ഞു. KPMS അവസരവാദികളാണെന്ന KE ഇസ്മയിലിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലായിരുന്നു വാർത്താ സമ്മേളനം. ഇസ്മയിലിനെ പോലെ ഒരു നേതാവ് സാമുദായിക വിഷയത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നത് തന്നെ തെറ്റ് എന്ന മുഖവുരയോടെയാണ് KPMS നേതാക്കൾ വാർത്താ സമ്മേളനം തുടങ്ങിയത്. ഒരു സാമുദായിക സംഘടനയുടെ പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ ഇടപെടുവാൻ ഇസ്മയിലിനെ പോലുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് തെറ്റ്. എന്നാൽ അതിനെ അവലംബിക്കുന്നതിനും പറഞ്ഞു പോയത് തെറ്റാണെന്ന് പറയുവാനോ സാധിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർച്ചയുടെ ഘട്ടത്തിൽ ജീവനും ചോരയും നൽകി സംരക്ഷിച്ചവരാണ് പുലയ വിഭാഗങ്ങൾ. എന്നാൽ പാർട്ടി അധികാരത്തിലെത്തിയ നാൾ മുതൽ തങ്ങളെ ചതിക്കുകയാണെന്ന് KPMS ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുലയ വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ ത്യാഗോജനമായ നടപടി സ്വീകരിച്ച ആണ് പുലയർ. പ്രത്യേകിച്ച് ആലപ്പുഴയെ പോലെയുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം അതുപോലെ കൊല്ലം ജില്ലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ശ്രമിച്ച് അവരെ തള്ളക്കോഴി പിന്നെ കൊച്ചുകോഴി കുഞ്ഞുങ്ങളെ കൊള്ളക്കിടക്കിയിട്ടതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഞങ്ങളുടെയൊക്കെ ചെറ്റക്കുഴികളിൽ അവരെ സംരക്ഷിച്ച് അവർക്ക് ഞങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്ത് ആ പാർട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുവന്ന പാർട്ടിയെ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്ന പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളാണ് ഈ
പാർട്ടിയുടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതിക്കാരാണ്, ഉയരാണ് എന്ന് പറഞ്ഞ പാർട്ടി അവസാനം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നാളിതുവരെയായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ ചതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു പ്രസ്ഥാനത്തെ ഊട്ടി വളർത്തി കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ അതിനെ അധികാരത്തിലേക്ക് പോകാൻ തീക്ഷ്ണമായ പ്രയത്നങ്ങൾ നടത്തിയ ജനവിഭാഗം എന്ന നിലയ്ക്ക് അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിന്റെ പങ്ക് വഹിക്കുന്നതിനും അതിൽ നേതൃത്വപരമായി പാർട്ടിയിൽ വരുന്നതിനും ഞങ്ങളുടെ ആളുകൾ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കെൽപ്പുള്ള പാർട്ടിയല്ല CPI. അങ്ങനെയുള്ള പാർട്ടി ഒരു മഹത്തായ പ്രസ്ഥാനത്തെപ്പറ്റി മോശമായി പറയുന്നത് കേട്ട് അടങ്ങിയിരിക്കില്ലെന്ന് KPMS നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിക്കുവാൻ കെൽപ്പുള്ള പാർട്ടിയല്ല CPI എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയും. അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് വളരെ മോശകരമായ നിലയിലേക്ക് അതിനെ വർത്തമാനം കൊണ്ട് അതിനെ മോശമാക്കാൻ ശ്രമിച്ചാൽ അതിന് KPMSന്റെ പ്രസ്ഥാനങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ജാഥയ്ക്ക് നീളം കൂട്ടാനും വോട്ട് ചെയ്യാനും ഇനി തങ്ങളെ കിട്ടില്ല. തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും. ഇസ്മയിലിനെ പോലെയുള്ള നേതാക്കൾ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ KPMS കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി. KPMS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. വിജയരാജൻ, സെക്രട്ടറി N. ബ്രഹ്മദാസ്, ഖജാൻജി K. ശശിധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. 5 നിർധന കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം സ്ഥലവും വീടും നൽകി പ്രവാസി മലയാളിയുടെ ഉദാത്ത മാതൃക. കടക്കൽ ഉഷസിൽ എസ് സുഗതനാണ് നിർധനർക്ക് ഭൂമിയും വീടും നൽകുന്നത്. വീടുകളുടെ താക്കോൽ ദാനം 22-ന് ചിതറയിലെ കാരറയിൽ നടക്കും. സുഗതന്റെ ജന്മനാടായ ചിതറ ഗ്രാമപഞ്ചായത്തിലെ കാരറയിൽ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി ആദ്യം വാങ്ങിയ ഭൂമിയിലാണ് നിർധനർക്ക് വീട് വെച്ച് നൽകുന്നത്. ചിതറ, കടക്കൽ, പാലോട്, നന്ദിയോട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്കാണ് വീടും സ്ഥലവും നൽകുന്നത്. ഈ മാസം 22-ന് കാരറയിൽ നടക്കുന്ന ചടങ്ങിൽ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി O. രാജഗോപാലാണ് താക്കോൽദാനം നിർവഹിക്കുക. കേരള നിയമസഭാ മുൻ സ്പീക്കർ M. വിജയകുമാർ ഭൂമിയുടെ ആധാര കൈമാറ്റം നടത്തും. എസ് സുഗതൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ, എസ് സുഗതൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം അൻസർ, വാർഡ് മെമ്പർ പേഴിമൂട് സണ്ണി, പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മടത്ര സുധാകരൻ, C. കേശവൻ ഗ്രന്ഥശാല സെക്രട്ടറി CP ജസിൻ, ജയറാം ഐരക്കുഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. പാർപ്പിടം ഇല്ലാത്ത നിരാലംബരായ പാവപ്പെട്ടവർ സ്വന്തം ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് 3 സെന്റ് സ്ഥലവും 3.5 ലക്ഷം രൂപ വില വരുന്ന ഒരു വീട് നിർമ്മിച്ച് 5 പേർക്കുള്ള ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന മഹത്തായ സംരംഭം 22-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ MLA ശ്രീ മുല്ലക്കര രത്നാകരന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ആരാധനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ O. രാജഗോപാൽ, ബഹുമാനായ മുൻ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ M. വിജയകുമാർ പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കുക. ഈ ജീവകാരുണ്യ പ്രവർത്തനം നടപ്പിലാക്കുവാൻ പ്രിയപ്പെട്ട ശ്രീ സുഗതൻ ചിതറ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ചിതറ നിവാസികളുടെ മുക്തകണ്ഠമായ അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. നിർധന കുടുംബത്തിൽ പഠിച്ച് ഉന്നത മാർക്ക് സമ്പാദിച്ച കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് കാഷ് അവാർഡ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. നിർധന രോഗികൾക്ക് ആശ്വാസ കേന്ദ്രങ്ങളാണ് സർക്കാർ ആശുപത്രികൾ. എന്നാൽ അനാസ്ഥയുടെ നേർക്കാഴ്ചയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നോ ഇല്ല. ആശുപത്രി പരിസരം കാടുകയറി മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. പരിസരത്ത് മിക്ക സ്ഥലങ്ങളിലും മലിനജലം കെട്ടിക്കിടക്കുന്നു. രോഗികൾക്ക് കുടിവെള്ളമില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വൃത്തിയുള്ള ശൌചാലയങ്ങളുമില്ല. രാത്രികാല സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥരില്ല. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ട്രോമാ കെയർ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രഭാഗങ്ങൾ ഉപയോഗശൂന്യമായി നശിക്കുന്നു. 1 വർഷം മുൻപ് മഴയിൽ തകർന്നു വീണ ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ഇനിയും പുനർനിർമ്മിച്ചിട്ടുമില്ല. ആശുപത്രിക്കുള്ളിൽ തറയിൽ പാകിയ
പാകിയ ടൈലുകൾ പൊട്ടിത്തകർന്ന് നാമാവശേഷമായി. ചികിത്സയ്ക്കെത്തുന്ന നിർധന രോഗികൾ പുറത്തുനിന്ന് തന്നെ മരുന്നുകൾ വാങ്ങണം. എക്സ്റേക്കും പരിശോധനകൾക്കും സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേട്. പരാതി അറിയിക്കാനോ മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കോ സൂപ്രണ്ടിനെ അന്വേഷിച്ചാൽ കണി കാണാൻ പോലും കിട്ടാറില്ല. രാവിലെ തുടങ്ങുന്ന ഒപിയിൽ നൂറുകണക്കിന് രോഗികളാണ് വരിയിൽ കാത്തുനിൽക്കുന്നത്. മുഴുവൻ രോഗികളെയും ചികിത്സിക്കാതെ ഡോക്ടർമാർ വേഗം സ്ഥലം വിടുന്ന കാഴ്ച. ചോദ്യം ചെയ്താൽ പിന്നെ ചികിത്സയില്ല. ചികിത്സയ്ക്കായി മണിക്കൂറുകൾ കാത്തുനിന്ന് കുഴഞ്ഞു വീഴുന്നവർക്ക് പോലും ഇവിടെ രക്ഷയില്ല. അധികാരികളോട് ചോദിച്ചാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന പതിവ് മറുപടി. മരുന്ന് വാങ്ങണമെങ്കിൽ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട ഗതികേട്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ വീട്ടിൽ നിന്ന് ബക്കറ്റും വെള്ളവുമായി വരേണ്ട അവസ്ഥ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല. രാത്രികാലങ്ങളിൽ ആശുപത്രിക്കുള്ളിൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷം. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. ആശുപത്രിയിലെ ഡോക്ടർമാർ സ്വകാര്യ ലാബുകളെ വളർത്തുകയാണെന്നും ഇവരുടെ പക്കൽ നിന്നും ഡോക്ടർമാർ കമ്മീഷൻ വാങ്ങുന്നുവെന്നും ആരോപിച്ച് ആശുപത്രിയിൽ നിരന്തര സമരങ്ങളാണ്. സൂപ്രണ്ടിനെ ഉപരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരക്കാർ എത്തുക. എന്നാൽ അടഞ്ഞുകിടക്കുന്ന സൂപ്രണ്ടിന്റെ മുറിയാകും സമരക്കാരെ കാത്തിരിക്കുക. അങ്ങനെ സമരക്കാരും നിരാശയോടെ മടങ്ങാറാണ് പതിവ്. ഉപരോധിക്കാൻ പോലും സൂപ്രണ്ടിനെ കിട്ടാറില്ല. സൂപ്രണ്ട് ലീവിലാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ജില്ലയിലെ തന്നെ പ്രധാന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി. ഇതിനെ ജില്ലാ ആശുപത്രിയായി ഉയർത്താനും ആലോചനകൾ നടക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ ഇനിയും നടപടിയില്ലാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ജനം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമത്തിനെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മുൻ അഡീഷണൽ മജിസ്ട്രേറ്റ് എച്ച് സലിംരാജ് പത്തനാപുരം ഗാന്ധിഭവനിൽ വനിതാ സുരക്ഷയെക്കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് രാജ്യത്ത് നിലവിലുള്ള നിയമം കൂടുതൽ കർക്കശമാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. വനിതകളും സാമൂഹിക സുരക്ഷയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബീന വിൻസെന്റ് ക്ലാസ് എടുത്തു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് അഖില റാണിയും ക്ലാസ് എടുത്തു. ഗാന്ധിഭവൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമരാജൻ, പ്രദീപ് ഗുരുകുലം, വിജയനാമ്പാടി, അഡ്വക്കേറ്റ് ഗ്രീഷ്മ പ്രകാശം തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗവും സ്ത്രീധന സമ്പ്രദായവും സ്ത്രീകളുടെ ദുരിതത്തിന് കാരണമെന്ന് സെമിനാറിൽ വിലയിരുത്തലുണ്ടായി. വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം വനിതകൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ 3 പേർ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിൽ. സംഘത്തിൽ ഒരാൾ കുന്നിക്കോട് സ്വദേശി. പത്തനാപുരം മാങ്കോട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഉടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മോഷണ ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് 19 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ പിടിയിൽ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ ചേരിപ്പോര്. സമരത്തിന് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്നും ചില നേതാക്കളുടെ കോപ്രായങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെ ആയുധമാക്കരുതെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ. കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ കഴമ്പില്ലെന്ന് പുനലൂർ ഡിവൈഎസ്പി NA ബൈജു. നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഡിവൈഎസ്പി. CPIക്കും KE ഇസ്മയിലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി KPMS. ഒരു വാർഡിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPI ജയിക്കില്ലെന്നും KPMS. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.